ഇങ്ങനെ ഒരു അംഗീകാരം ലഭിക്കുന്ന വേറെ ഏത് ക്ലാസ് ഉണ്ട് കേരളത്തിൽ? വേറെ ഏത് ഫ്രട്ടേണിറ്റി ഉണ്ടെങ്കിൽ പരിശോധിച്ചിട്ടുണ്ടോ? ഒരു ഫ്രട്ടേണിറ്റിയും കേരളത്തിലില്ല. ജീവിതകാലം മുഴുവൻ ഞാൻ ചെയ്ത ജോലിയുടെ ഭാഗമായി അംഗീകാരം ലഭിക്കുന്ന ഗ്രൂപ്പ് നിങ്ങളാണ്. ആ അംഗീകാരത്തിന് ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ സമൂഹം കെട്ടിപ്പടുക്കാൻ പ്രവർത്തിക്കുന്നവരാണ്. ഈ സൊസൈറ്റി ബിൽഡപ്പ് ചെയ്യുന്നതിൽ നിങ്ങളുടെ റോൾ മറന്നു പോകരുത്. കുറ്റപ്പെടുത്തലല്ല, മറിച്ച് ഏതെങ്കിലും ഒരു സമൂഹത്തിനകത്തുള്ള കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ വഴിമാറിപ്പോയാൽ അതിലേക്ക് ഞങ്ങൾക്ക് പങ്കുണ്ടോ നിങ്ങൾ പരിശോധിക്കണം. വ്യക്തിപരമായിട്ടല്ല, ഈ കമ്മ്യൂണിറ്റിക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കണം. അതുകൊണ്ട് നിങ്ങളിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ചെറുതല്ല എന്ന ബോധ്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മാത്രമാണ്. അംഗീകാരങ്ങൾ മാത്രം ലഭിച്ചാൽ പോലെ, അംഗീകാരമൊക്കെ വേണം, പക്ഷെ മറ്റു ഉത്തരവാദിത്തം ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ സ്വീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് വളരെയധികം സമൂഹം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ക്ലാസ് ആണ് നിങ്ങൾ എന്ന കാര്യം മറന്നു പോകരുത്. അതിന്റെ ഭാഗമായി തന്നെ നിങ്ങൾ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിങ്ങളിലുണ്ട് എന്ന ബോധ്യം പൂർണ്ണമായി ഉണ്ടാവണം. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം നിങ്ങളും ഞാനും ഒക്കെ ജനറേഷൻ എക്സ് ആണ്. ഏതാണ്ട് എല്ലാവർക്കും എൻ്റെ പ്രായം ഗണിക്കാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ പ്രായം ഏതാണ്ട് ഗണിച്ചെടുക്കാനൊക്കെ പറ്റും. കാരണം ഇൻ സർവീസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എത്രയാണ് റിട്ടയർമെന്റ് എന്നുള്ളത് നമ്മളൊക്കെ ഏതാണ്ട് ജനറേഷൻ എക്സിൽ പെട്ടവരാണ്. പിന്നെ വന്നത് ജനറേഷൻ വൈ ആണ്. ജനറേഷൻ വൈയും കഴിഞ്ഞു. നിങ്ങൾ പഠിപ്പിക്കുന്ന ജനറേഷൻ ജെൻ സിയും ജെൻ ആൽഫയും ആണ്. കോംപ്ലിക്കേഷൻ വളരെ കൂടുതലാണ്. വളരെ കൂടുതൽ എന്ന് പറയുമ്പം ജെൻ സിയിൽ പഠന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് 27% പൂർ ഹെൽത്ത് കണ്ടീഷനാണ്. പൂർ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യമല്ല, പൂർ മെന്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. ആരോഗ്യപരമായിട്ടല്ല, മറിച്ച് മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിൽ വളരെ പിറകിലാണ്. അപ്പൊ ഈ മെന്റൽ ഹെൽത്ത് കണ്ടീഷനിലെ കുട്ടികളെ അവർ വയലന്റ് ആവുന്നല്ല, അവർക്ക് ഒരു തരം സാഡ്നെസ്, എപ്പോഴും ദുഃഖം, ഒന്നിനോടും താല്പര്യമില്ലായ്മ. ഇങ്ങനെയുള്ള ജനറേഷനാണ് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത് ജെൻ സി. പിന്നെ നിങ്ങൾ അഡ്രസ് ചെയ്യുന്ന ഗ്രൂപ്പ് ജെൻ ആൽഫയാണ്. ഈ രണ്ട് ഗ്രൂപ്പിനെ നിങ്ങൾ പഠിപ്പിക്കുന്നവരാണ്. ആ രണ്ട് ഗ്രൂപ്പിന്റെയും പോരായ്മകൾ എന്താണെന്ന് കണ്ടെത്തി ആ പോരായ്മകളെ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളത്. അത് ഫലപ്രദമായി നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നാണ് സൂചിപ്പിക്കുക. ഒന്ന്, ജനറേഷൻ ജെൻ സി എന്നൊക്കെ പറയുമ്പോൾ എപ്പം നോക്കിയാലും തലയും കുനിച്ചിരിക്കുന്നുണ്ടാവും. തലയും കുനിച്ചിരിക്കുന്ന നിങ്ങളുടെ മുഖത്തേക്കൊന്നുമല്ല, ഉറപ്പോൾ ഇങ്ങനെ കുത്തിക്കളിക്കുന്നുണ്ടാവും. അതിപ്പോ നമുക്ക് ഈ ജനറേഷനിൽ നിങ്ങളും ഞങ്ങളും അവരും കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാ? ഇനിയിപ്പോ ഞാൻ തന്നെ കോട്ട് ചെയ്ത് പറയാം. ഞാനും അവർ കമ്പയർ ചെയ്യുമ്പോൾ അവർ ഞങ്ങളെക്കാൾ ടെക് ഫ്രണ്ട്ലിയാ, ടെക്നോളജി ഫ്രണ്ട്ലി ആകുമ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങൾ ബാക്കോട്ട് പോകാന്നല്ല, നമ്മൾ മുമ്പോട്ട് പോക്കാം. ടെക്നോളജി ഫ്രണ്ട്ലി ആയി വരുന്ന കുട്ടികളോട് നിങ്ങൾ ടെക്നോളജി പ്രയോഗിക്കാൻ പാടില്ല, പകരം നിങ്ങൾ ബാക്കോട്ടേക്ക് വാ, ഞങ്ങൾക്ക് മുമ്പോട്ട് വരാൻ കഴിയില്ല എന്ന് വാശി പിടിക്കാൻ പറ്റും. നിങ്ങൾ ടെക്നോളജി പഠിക്കണം. അതാണ് ഇപ്പൊ AI കാലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെ വാദപ്രതിവാദങ്ങൾ ഡിബേറ്റ് നടക്കുന്നുണ്ട്. AI അപകടമുണ്ട്. AI കുറിച്ച് ഞങ്ങൾ പറയുന്ന കൃത്യമായ റെഗുലേഷൻ വരണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഇത് പ്യൂർലി പേഴ്സണൽ ആണ്. റെഗുലേഷൻസ് വരണം. അപ്പൊ AI കാലത്ത് സ്വാഭാവികമായും പുതിയ ജനറേഷൻ ടെക് ഫ്രണ്ട്ലി ആയി മാറുമ്പം ആ ടെക്നോളജി ഫ്രണ്ട്ലി ആയി ടീച്ചേഴ്സ് മാറണം. അപ്പൊ സമഗ്ര ഗുണമേന്മ വിദ്യ, ക്വാളിറ്റി എഡ്യൂക്കേഷന്റെ ഭാഗമായി ഇവിടെ ഈ ക്ലാസ് നടക്കുമ്പം അതിനകത്ത് ടെക്നോളജി, ഹൗ ടു ഹാൻഡിൽ ദ ടെക്നോളജി, അതിനെക്കുറിച്ച് കൂടി ക്ലാസ് നടക്കുന്ന എൻ്റെ വിശ്വാസം. ടെക്നോളജിയെ നല്ലതുപോലെ കൈകാര്യം നമുക്ക് സാധിക്കണം. ടെക്നോളജിയിൽ മെറിറ്റ്സ് ഉണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട്. അതാണല്ലോ ഇപ്പൊ ഒരു പുതിയ ടേം തന്നെ വന്നത്, ഡിജിറ്റൽ ഡയറ്റ്. നമ്മൾ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന ഡയറ്റ് മാത്രമല്ല, ഡിജിറ്റൽ ഡയറ്റ് കൂടി. എത്ര മണിക്കൂർ ഇത് കൊടുക്കാൻ പറ്റും അതും ചർച്ച നടക്കേണ്ടി വരും. എത്ര മണിക്കൂർ ഉപയോഗിക്കാം ഇത് സാധനം, ഈ ടെക്നോളജിയൊക്കെ. ഫുൾ ടൈം ടെക്നോളജി കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അതാണ് വിദേശ രാജ്യങ്ങളിൽ സ്ക്രീൻ ടൈം വന്ന സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ, ഹൗ ലോങ് എ സ്റ്റുഡന്റ് ക്യാൻ യൂസ് ടെക്നോളജി, എത്ര സമയം കമ്പ്യൂട്ടർ ഉപയോഗിക്കാം, എത്ര സമയം ടാബ്ലറ്റ് ഉപയോഗിക്കാം, എത്ര സമയം കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പിൽ ഇരിക്കാം, മൊബൈൽ ഫോൺ ഉപയോഗിക്കാം, അതാണ് സ്ക്രീൻ ടൈം. അതുപോലെ ഈ ടെക്നോളജി യുഗത്തിൽ കുട്ടികളോട് നിങ്ങൾ ടെക്നോളജി പ്രയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ there needs some restriction. എത്ര സമയം നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും, അതിലേക്ക് കൂടി അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതിലേക്ക് എങ്ങനെ, അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ കമ്മ്യൂണിറ്റി എങ്ങനെ ടെക്നോളജി ഉപയോഗിക്കാം, ആ ടെക്നോളജിയെ ഫലപ്രദം ഉപയോഗിക്കാൻ
നിങ്ങളും തയ്യാറാവണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത് ഒരു ഭാഗത്ത് നടക്കുകയാണ്. പിന്നെ വേറൊരു ഭാഗത്ത് നടക്കുന്ന കാര്യം എന്താ? ടെക്നോളജി തന്നെ കാണുന്നതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇപ്പോ ഫേസ്ബുക്കിൽ നമ്മളേ ഉള്ളൂ ഈ ജനറേഷൻ, ജെൻ എക്സ് എന്ന ജെൻസിയയിലുള്ള ഇൻസ്റ്റഗ്രാമിലുള്ള ജെൻ ആൽഫ വരുമ്പോൾ എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇന്നലെ എലോൺ മസ്കിന്റെ എന്തോ ഒരു പുതിയ വരാൻ പോകുന്നുണ്ട് പറയുന്നത്. നമ്മളിപ്പോൾ ഉപയോഗിച്ചത്, ഞാൻ ഉപയോഗിച്ച ചാറ്റ് GPT മാത്രമാണ്. ചാറ്റ് GPT മാത്രമല്ല, ഡീപ് സീക്ക് ഉണ്ട്, പെർപ്ലക്സിറ്റി ഉണ്ട്. ഇതൊക്കെ പുതിയ ചാറ്റ് ബോട്ടുകളാണ്. പെർപ്ലക്സിറ്റിയുടെയും ഡീപ് സീക്കിന്റെയും അതുപോലെ തന്നെ ചാറ്റ് GPTയുടെയും കാലം. ഓരോന്നിനും ഓരോ മുതലാളിമാരുണ്ട്. എല്ലാത്തിനും ഓരോ മുതലാളിമാരാകുമ്പോൾ അധ്യാപകർ അതിന്റെ എല്ലാം ഗുണവശങ്ങൾ ഉപയോഗപ്പെടുത്തണം.